അനു ഇൻഡോർ സ്റ്റൈലിലുള്ള മീൻ കറി. എനിക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ അറിയില്ല. മീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാവോ? വാഷ് ചെയ്യണം. എങ്ങനെ ഇട്ട് വാഷ് ചെയ്യണം? നമ്മള് വാഷിംഗ് മെഷീനാണ്. കറി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ നോൺ വെജ് വെക്കാറില്ല. അപ്പോഴേ ഞാൻ നോട്ട് ചെയ്തിട്ടു പറയുമ്പോ കിട്ടും. ഇങ്ങനെ പേടിക്കലടാ. ചൂടായില്ലേ? തൊട്ട് നോക്ക്. എന്ത് അനുസരണ ഇടി വച്ചേരും ഞാൻ. ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നപ്പം കഴിച്ചത് ബീഫ് ആൻഡ് പൊറോട്ടയാണ്. അപ്പോഴാണ് എനിക്ക് വാട്ട് ഈസ് ദിസ് നല്ല ഹെവൻലി സാധനം. ഞാൻ കോഴിക്കോട് പോകുമ്പോൾ വെജിറ്റേറിയൻ ആണ്. മോരുകറി, പരിപ്പ് കറി, മേഥി ആലു, ഗോബി ആലു, പയർ ആലു, എല്ലാത്തിനും ആലു. അത് നിങ്ങൾ ബീഫ് കഴിക്കും അറിയാമോ അവിടെ എല്ലാവർക്കും? ഓ ഇല്ല. ഇൻഡോറുകാരിയായ അനു കേരളത്തിൽ വന്നിട്ട് 10 വർഷമായി. ഇന്ന് അനുവിനൊരു നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അതായത് അനു പോലും അറിയാതെ നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അത് ഹസ്ബൻഡിന്റെ സഹായത്തോടെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം എങ്ങനെയാണ് അനു കേരള സ്റ്റൈലിൽ കുക്ക് ചെയ്യുമോ അതോ അവരുടെ സ്വന്തം നാടായ ഇൻഡോറിൽ കുക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അമ്മയാണ് പഠിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ അമ്മേനെ അനു പഠിപ്പിക്കും, അല്ലെ അനുവിനെ അമ്മ പഠിപ്പിക്കും. എന്താണെങ്കിലും നമുക്ക് മീൻ മേടിക്കാൻ പോവാം. അവിടെയാണ് നല്ല തിരക്കുണ്ട്, കുറെ മീനുണ്ട് കേട്ടോ. ചേട്ടാ ഈ മീൻ എന്നാ വില? നമ്മൾ ചൂരയാണ് നോക്കുന്നത്, 200. ഇതാട്ടോ നമ്മുടെ ചൂര. ഇതിന്ന് അനുവിന് പണിയാ. ചേട്ടാ ഇതൊന്ന് കട്ട് ചെയ്ത് തരൂലേ? ആ, നമ്മള് പീസാക്കിയിട്ടാണ് മേടിക്കുന്നത്. നമുക്ക് നോക്കാവേ. നമ്മുടെ മീൻ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക. മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല നമ്മുടെ ചേട്ടൻ. അത്രയും ഫാസ്റ്റ് ആയിട്ട്. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളൊക്കെ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനം 3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതും കൊണ്ട് അനുവിന്റെ വീട്ടിലേക്ക് വാ. നമ്മൾ വഴിയിൽ നിന്ന് മേടിച്ച സാധനം നമ്മൾ വളരെ കൃത്യമായിട്ട് ഫ്രിഡ്ജിനകത്ത് വിപിനെ കൊണ്ട് ഞാൻ വെപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ അനുവിന് ആ കാര്യം എന്താണെന്നറിയോ? അറിയില്ലല്ലോ. പക്ഷെ ഒരു സാധനം ഉണ്ടെന്ന് മമ്മിക്ക് അറിയാമല്ലോ. ഒന്നുമില്ല, ഒരു കുക്കറി ഷോയ്ക്കാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അനു ചെന്ന് എടുത്തിട്ട് വാ. ചെല്ലനോ? ആ, ചെന്നിട്ട് ഫ്രിഡ്ജ് തുറന്നോ, പേടിക്കണ്ട. ബോംബൊന്നും ഞാൻ കൊണ്ടൊന്നും ഉണ്ടാക്കിക്കത്തില്ല. തുറക്ക് എന്നാ നോക്ക്. ഓ എന്താണ്? മീൻ ഉണ്ടാക്കാൻ അറിയാവോ? അതാണ്. അപ്പം മമ്മി ഞങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ മമ്മി അനുവിനെ പഠിപ്പിക്കില്ല, അനു മമ്മിയെ പഠിപ്പിക്കും. മമ്മിക്ക് അനുവിനെ പഠിപ്പിക്കാൻ പറ്റുമോ? വിവിധ പറഞ്ഞു കൊടുക്കും. എന്നാ പക്ഷെ ഞാൻ വേറൊരു ടാസ്കാ തരുന്നത്. അനു ഇൻഡോർ സ്റ്റൈലിലുള്ള മീൻ കറി. എനിക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ അറിയില്ല. അവിടുത്തെ സ്റ്റൈലിൽ ഒരു മീൻ കറി അറിയത്തില്ല. ഐ കം ഫ്രം എ വെജിറ്റേറിയൻ ഫാമിലി. ഇവിടെ വന്നിട്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ എങ്ങനെ ഹിന്ദിക്കാരുടെ മീൻ കറി കഴിക്കും പറ. നിങ്ങൾക്ക് ഞാൻ ഹിന്ദി ഫുഡ് ഉണ്ടാക്കാൻ, പൂരി ഭാജി ഉണ്ടാക്കാൻ. അതാണ് ഇവിടെ ഉള്ളവരൊക്കെ അനുഭവിച്ചാൽ മതി. ഈ മീൻ കറി ഉണ്ടാക്കുവോ? എന്നാ ശരി, നാത്തും പറഞ്ഞു. മമ്മിക്ക് സമയമില്ല, പറഞ്ഞിരുന്നനുസരിച്ച് ചെയ്യൂലോ. ഞാൻ ചെയ്യും. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് അടുക്കളയിലേക്ക് പോവാണേ. മീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാവോ? വാഷ് ചെയ്യണം. അയ്യോ സമാധാനം. എങ്ങനെ ഇട്ട് വാഷ് ചെയ്യണോ? സോപ്പ് പൊടി അറിയാല്ലേ? ആണോന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. നമ്മള് വാഷിംഗ് മെഷീനാണ്. ആഹാ, നാക്കും മുട്ടാട്ടോ ഞങ്ങള്. അപ്പൊ നമുക്ക് ചട്ടി മമ്മി എടുത്തു തരും. കറി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലല്ലേ? അറപ്പുണ്ടോ? ഞാൻ നോൺ വെജ് വെക്കാറില്ല. ഇത് ചുര. ചുര കൂട്ടത്തില്ല? പിന്നെ ഇപ്പൊ എന്നാ, ഞങ്ങള് വെറും കൈയോടെ വരാൻ പറ്റും. ഒരു വീട്ടിലേക്ക് വരുമ്പോ ഞങ്ങള് മീനൊക്കെ മേടിച്ചോണ്ട് പോകുന്നു. അറപ്പൊന്നും വേണ്ട. ഓക്കെ, അനു വേണമെങ്കിലേ മീൻ എടുക്കുന്നതിന് മുമ്പ് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചോ. വേണമെങ്കിൽ കാണാച്ച മണത്തിനൊക്കെ നോക്കുന്ന ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ ശരണ്യ? ഇത് അടിപൊളി സർപ്രൈസ് ആയില്ലേ? സത്യത്തിൽ മീൻകറി വെക്കാൻ അറിയാവോ? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മീനിലല്ല നമ്മളുടെ ഒരു ബീഫ്, ചിക്കൻ. ഓർമ്മിപ്പിക്കത്തില്ലേ പൊന്നെ? എനിക്കും ബീഫാ. ടെൻഷനായാനു ബാനു. അപ്പൊ ഇതാണ് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡപ്പ് കോമഡി പോലെ എളുപ്പമല്ല എന്ത്? കുക്കിംഗ് ഇറ്റ്സ് ആൻ ആർട്ട്. ഇതാണ് ആർട്ടിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ നമ്മൾ മീൻ കഴുകിക്കാൻ ആരാണെന്ന് വെച്ചാ ഉപ്പിട്ടോ? ഉപ്പിട്ട് വേണം മീൻ കഴുകാൻ.
ഇത് ഞാൻ തന്നെ എല്ലാം പറഞ്ഞു, ഞാൻ തന്നെ വെച്ച് കഴിച്ച്, ഞാൻ തന്നെ ടേസ്റ്റ്. ബാ വേണ്ട, ദുപ്പട്ടയൊക്കെ മാറ്റിക്കോ. അടിപൊളി. അങ്കത്തട്ടിലേക്ക് അനു ഇറങ്ങുക. നമ്മൾ മനസ്സിൽ വിചാരിച്ച 10 മിനിറ്റ് കൊണ്ട് പണി തീരും. ഓക്കെ, മമ്മി ഇച്ചിരി ഉപ്പ് കൊടുത്തോ. ആ ഞാൻ കത്തിയെടുക്കാം. എന്തേ മമ്മി? ഉള്ളിയും മമ്മി ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. പേസ്റ്റ് ആണോ ഇരിക്കുന്നത്? വാഷായില്ല. അങ്ങനെ നന്നായിട്ട് ഇളക്കണം. ഇളക്കിയില്ലേ? എന്നിട്ട് ഇനി ഇത് ഇത് കോരി എടുക്കും ഇങ്ങനെ കൈ കൊണ്ട്. ഇങ്ങോട്ട് വെച്ചോ. ഇതിപ്പം ഞാൻ പഠിപ്പിക്കേണ്ടി വരുമല്ലോ അനു. എന്നിട്ട് ഇനി അതിനകത്ത് വെള്ളം കൊടുക്കും. വീണ്ടും വാഷ് ചെയ്യണം. ഇതൊരു തവണയല്ല വാഷ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ നാട്ടിലേ ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കേട്ടോ. കടപ്പുറം ഭാഗമാണ്. അവിടെ നിന്ന് ഒരു ചേച്ചിനെ കെട്ടിക്കൊണ്ട് വന്നു. ചക്ക പുഴുങ്ങാൻ പറഞ്ഞു. ചക്കപ്പുഴുക്ക്. ഉണ്ടാക്കാൻ അറിയാവോ? ഇല്ല. എല്ലാം ഫേവറേറ്റ്, പക്ഷെ ഉണ്ടാക്കാറില്ല. നീ ഫേവറേറ്റ് ആണോ? ഇല്ല, കഴിക്കൂല. കഴിക്കും, ബട്ട് ഉണ്ടാക്കത്തില്ല. ഞാൻ കേരള ഫുഡൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പഠിപ്പിക്കുമെന്ന്. മമ്മി ഞാൻ പഠിപ്പിക്കട്ടെ? മമ്മിക്ക് ഹാപ്പി. വേണ്ട മമ്മി, അത് കളഞ്ഞു. ടേസ്റ്റി ആയിട്ടാ ഉണ്ടാക്കണേ. മമ്മി കണ്ടിന്യൂ ചെയ്തോ. അല്ല, മമ്മിയോട് ഇത് ചോദിക്കണം. മമ്മി ഇതുവരെ ഇത്രയും ടേസ്റ്റി ആയിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. മമ്മി ഞാൻ റെഡിയാക്കി തരാം. നമ്മള് എന്നിട്ട് ഈ ചേച്ചി ചക്ക ഉണ്ടല്ലോ, ചക്ക അരിഞ്ഞിട്ട് കഴുകത്തില്ല. പഴി കൊടുക്കുന്ന കാണുന്ന സന്തോഷം മുഴുവന്റെ ആളുടെ മുഖത്തുണ്ട് അല്ലേ? അല്ല, ഉണ്ടാക്കണത് കുഴപ്പമില്ല. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ല, ഞാനല്ല അഭിപ്രായം പറയണ്ട, ശരിക്കും നിങ്ങളാണ്. ഞാൻ ആക്ച്വലി കുക്കിംഗേ ചെയ്യാറില്ല. ഇവിടെ മമ്മിയാണ് ഇവിടുത്തെ കുക്ക് ചെയ്യുന്നത്. ഓക്കെ മതി. നമുക്ക് ഇനി മീൻ കഴുകണ്ട. ഇപ്പൊ ഒരു 4-5 നീരായില്ലേ? മണമുണ്ട്. ഈ സാധനത്തിന് മണമുണ്ട്. കഴിക്കുമ്പോൾ മണമില്ലെങ്കിൽ ഇത് സാധനത്തിന് മണമുണ്ട്. ഇത് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാ. പക്ഷെ കോട്ടയം ഫുള്ള് കോട്ടയല്ല. റെഡ് കളർ മീൻ കറി. റെഡ് കളർ മീൻ കറി. ഇവിടെ യെല്ലോ കളർ മീൻ കറിയാ. അത് തേങ്ങ എല്ലാം ഇടും. ഇതെടുത്ത് ഇവിടെ വെച്ചോ. തീ കത്തിച്ചോ. മുളക് ദേ ഇങ്ങനെ അരിയണം. ഹാഫില് മുറിച്ചു. ഇത് 2 എണ്ണായേ. നമ്മൾ കോട്ടയം സ്റ്റൈലാകുമ്പോ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി. ഓക്കെ, ഇനി നമ്മൾ എണ്ണ എടുത്തോളൂ. കുറച്ച് ഒഴിച്ചാൽ മതി. ബീഫാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞേ. ബീഫ് വെക്കുവോ ആള്? അതും വെക്കില്ല. ഇതൊക്കെ കഴിക്കുവോ? ഞാൻ ഇതെന്തിനാന്നറിയോ? മീൻകറി. ഒരു ദിവസം കപ്പയും കാന്താരിയും കട്ടൻ ചായയും പറഞ്ഞു. എന്നിട്ട് പറയുമ്പോ നമ്മൾ എവിടെ പോയി വെളിയിൽ പോയിട്ട് വന്നാലും, സ്കിറ്റിനകത്ത് പറഞ്ഞ ഞാൻ എവിടെ വെളിയിൽ പോയിട്ട് വന്നാലും നസീർക്ക കേൾക്കണം. നമ്മളൊരു എന്തോ 2 ഫുഡ് ഉണ്ടല്ലോ, ചമ്മന്തിയും കപ്പയും ചമ്മന്തി അല്ല, ചോറും മീൻ ചട്ടിക്കകത്ത്. അപ്പോഴേ ഞാൻ നോട്ട് ചെയ്തിട്ട് ഈ മീൻ ചട്ടിക്കകത്ത് എങ്ങനെ വേണം ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു തരാം. ഇട്ടു ഇത്രയും ഇട്ടു. കുറച്ചുകൂടി ഇട്ടു. വലിയ കഷ്ണമല്ല, കുറച്ചുകൂടി മതി. പെട്ടെന്ന് കഴിയുന്നേ. 10 മിനിറ്റ് പോലും വേണ്ട. അപ്പൊ ഇന്നത്തോടു കൂടി കുട്ടിക്ക് ഈ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇത് ഇങ്ങനെ മീൻകറി വെച്ചിട്ടേ ഇല്ല? നിങ്ങളുടെ വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ. ചിക്കൻ വെക്കും, ബട്ട് അത് ലൈക്ക് ഒക്കേഷൻസ്, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെ ഒക്കേഷൻ, അല്ലെങ്കിൽ ബർത്ത്ഡേസ് ഒക്കെ വരും. ഇവിടെ കേരളത്തിൽ എല്ലാ ദിവസവും മീൻകറി വേണം. കേരളത്തിലല്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾ 1 സൈസും ഞങ്ങൾ 0 സൈസും. നിങ്ങൾ അതൊക്കെ ഇവരാ 0 സൈസ്. നമ്മള് അല്ലെ, ഞങ്ങൾ 0 സൈസും നിങ്ങൾ 1 സൈസും ആണ്. പൊട്ടുന്നില്ല അങ്ങോട്ട്. എണ്ണ ചൂടായിട്ടല്ല ഇട്ടത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചീറ്റി പോയത്. അതായത് എണ്ണ ചൂടായില്ല. എണ്ണ ചൂടായിരുന്നെങ്കിൽ അപ്പൊ ചൂടായി. ബബിൾസ് വരുന്നുണ്ട് മമ്മി. നോക്ക്, ബബിൾസ് വരുന്നുണ്ട്. എന്ത് അതിങ്ങോട്ടായിരുന്നു ഇളക്കി കൊടുത്തു. ഇതിൽ കടുക് വേണ്ട. കടുക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. മീൻകറിക്ക് പൊതുവെ ആരും കടുക് ഇടാറില്ല. ഞാൻ എല്ലാത്തിനും കടുക് ജീരകം ഈസ് ലൈക്ക് ഞങ്ങളുടെ മെയിൻ. കടുക് എണ്ണ ഇല്ലാതെ അതിനകത്ത് കടുക് ജീരകവും ഇടും. ഇപ്പൊ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോ കടുകെണ്ണയാണോ ഉപയോഗിക്കുന്നത്? അല്ല, കോക്കനട്ട് അല്ല, വേറെ ഓയിൽ. സൺഫ്ലവർ ഓയിൽ. അത് പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. പൊട്ടി ഇതിട്ടു ഇട്ടു. ഇത് അതിർത്തിയൊന്നും അല്ലപ്പാ. എല്ലാം കുക്ക്
ചെയ്യുമ്പോൾ എന്തെങ്കിലും മാസ്ക് ഒക്കെ വെക്കാറുണ്ടോ? ഇല്ല. അല്ല പിന്നെ ഇങ്ങനെ പിന്നെ കുക്ക് ചെയ്യും? ഞാൻ ഈ ചട്ടിയിൽ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യണം. ഈശ്വര, അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക്. ചട്ടിയിലൊന്നും കുക്ക് ചെയ്തിട്ടില്ല, മറ്റേ നോൺ സ്റ്റിക്കിലാണല്ലോ അല്ലേ? നോൺ സ്റ്റിക്ക് സ്റ്റീലിന്റെ ചട്ടി क्या बोलते हैं उसको? ആ മനസ്സിലായി, അലുമിനിയം ആ ചീനിച്ചട്ടിയിൽ. ഇതിന്റെ കൂടെ നമ്മൾ ഇത് പെട്ടെന്ന് സാധാരണ പുളി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പുളി പിടിക്കാൻ വേണ്ടി പണ്ട് എങ്ങനെയാ വെച്ചാൽ പുളി വെള്ളത്തിലിട്ടിട്ട് ആ പുളി ഊറിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല, പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുളി കഴുകിയിട്ട് ഇതിൻ്റെ കൂടിയിട്ട് വഴറ്റും. അപ്പോൾ കുറച്ചുകൂടെ പുളി ഇറങ്ങും. ഓക്കെ, ഇതൊക്കെ ടിപ്സാണ്. ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ ചാനലൊക്കെ തുടങ്ങുമ്പോൾ കുക്കറി ഷോ ചാനൽ തുടങ്ങുമ്പോൾ വെക്കാനിരുന്ന സാധനമായിരുന്നു. കുക്കറി ഷോയിൽ എന്നെ വിളിക്കണം. ഈ ചട്ടി കണ്ട ഓടുന്ന ആളല്ലേ? നിങ്ങൾ മലയാളം ഫുഡ് ഉണ്ടാക്കാം, ഞാൻ ഹിന്ദി ഫുഡ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉദ്ദേശിച്ച ഒന്നെങ്കിൽ എന്ത് ഫുഡായിരുന്നു? നിങ്ങളുടെ രീതി മീൻകറി വെക്കാനായിരുന്നു. ഞങ്ങളുടെ രീതി ഞങ്ങൾക്ക് മീൻകറി ഇല്ല. ഇതിന് മിക്സിയിൽ അടിക്കുമോ? ഇനി മിക്സിയില, ഇതിന് മിക്സിയിൽ അടിക്കത്തില്ല. അത് ഈ യൂട്യൂബ് ചാനലുകാരൊക്കെയാണ് ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മറ്റേ കുറെ സാധനങ്ങളൊക്കെ. ചിക്കൻ കറി വെക്കും, ചിക്കൻ വെക്കും. ചിക്കൻ ഇച്ചിരി ഉപ്പിട്ടിട്ടേനെ. ഉപ്പ് എന്ത് വേണമെങ്കിലും ഉപ്പിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ വേഗമാവാൻ. ഞാൻ വേഗാൻ വേണ്ടിയിട്ടാവും. ഓക്കെ, വഴറ്റിക്കോ. ഇതിന്റെ പേരാണ് വഴറ്റുക. ഇങ്ങനെ ചെയ്യാം. ഇത് അല്ല, ഇങ്ങനെ ചെയ്യുന്നതിനല്ല പേര് പറഞ്ഞേ. വഴറ്റുക. അതായത് ഇതിനെ വേവിച്ചിട്ട് പാതി വേവുന്ന പരുവത്തില് ഇങ്ങനെ എടുത്ത് ഇത്. അല്ലല്ല, ഇപ്പൊ വേണ്ട. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പൊ വേണ്ട. അല്ല, മറ്റേതും വേണം. മല്ലിപ്പൊടി വേണ്ട. നമുക്ക് മല്ലിപ്പൊടി ഇല്ലാണ്ട് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇന്ന് തന്നെ കൂട്ടി തീർക്കുവോ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ എനിക്ക്. മല്ലിപ്പൊടി ഇട്ടാല് 2 ദിവസത്തിൽ നിക്കത്തില്ല. ഇപ്പൊ വേണ്ട, ബിക്കോസ് ഇന്ന് നാളെ കല്യാണം. അയ്യോ, ഇത് ഞങ്ങളുണ്ടാക്കി ഞങ്ങൾ തന്നെ കൊണ്ടുപോണ്ടി വരും. പൊതിഞ്ഞോ തട്ടാക്കിയോ. അല്ല, അവിടെയും കൊണ്ടേ കൊടുക്കും. ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കല്യാണം അവിടെ ഓൾറെഡി. ഒരു കാര്യം ചെയ്യും, കുറച്ച് ബന്ധുക്കാരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കും, എന്നിട്ട് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞാൽ കൊടുക്ക്. എന്റെ അടുത്ത സ്റ്റാൻഡപ്പിനുള്ള ക്യാരക്ടർ അപ്പുറത്തെ വീട്ടിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി. ഈ ഉള്ളി ഇടുന്ന എന്തിനാണെന്നറിയാവോ? ചില നാട്ടിലൊക്കെ ഈ ഉള്ളി ഇട്ടാല് ഈ ഉള്ളി വെന്തിട്ട് മുളകൊക്കെ കൂടി തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ടേസ്റ്റ് വരും. ഒന്ന് തിന്ന് നോക്കണം. കുറ്റപ്പൊടികൾ ഇട്ടാലോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ചട്ടി കണ്ടിട്ടില്ലെന്നാ പറഞ്ഞേ. വിപിൻ വന്ന് ഇടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കുന്നു. വെച്ചു, നമുക്കൊരു ചട്ടി മേടിക്കണം. ഇന്ന് തന്നെ പോകുമ്പോ ചട്ടി. ഇനി വിപിൻ എല്ലാ ദിവസവും മീൻകറി. വിപിൻ മീൻകറി വെക്കാൻ പഠിച്ച ഇനിയിപ്പം കോഴിക്കോട് മീൻകറി ഉണ്ടാവും കേട്ടോ. നമുക്ക് പാവഭാജി മതി വെച്ചു. പാവം ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ഇട്ട് കഷ്ടപ്പെടുന്നത്. നിങ്ങൾ പാവഭാജിയൊക്കെ ഇട്ട് അത് മാത്രമാണോ കഴിക്കുന്നത്? പാവഭാജി, ചോലെ ഭട്ടൂരെ, ദാൽ ചാവൽ, ഖിച്ചടി. എന്ത് പറ്റി? സ്പെഷ്യലൊക്കെ വെച്ചു. അവരെന്തോ എന്നെ കുറിച്ച് ഹിന്ദിയിൽ തെറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ലതാന്ന് വിചാരിക്കുന്നു. ഒറിജിനൽ മുളക് പൊടി, ഭയങ്കര എരിവാ. അപ്പൊ നമുക്ക് ഇത് മീനിന്റെ ഒരു അളവ് നോക്കണം. ഇത് ഇത്രയും വലിയ മീനല്ലേ, അപ്പൊ അത്രയും വലിയ മീനിന് നമ്മളൊരു 2 സ്പൂൺ, ഒരു 2.5 സ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഇളക്കിക്കോ അരച്ചു കൊടുത്തല്ലോ. ഇനി ഇത് കുറച്ച് ഏറെ ഇടാം. 2 ആണെങ്കിൽ ഇതൊരു 4 ഇടാം. ബാക്കി ഞാൻ ഉണ്ടാക്കി ശരിയായില്ലെങ്കിൽ ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഒന്നുകൂടെ കുക്ക് ചെയ്ത് തരും. മമ്മിക്ക് പേടിയാ, മരുമോക്ക് വല്ലതും പറ്റുമോ, മീൻകറി കിട്ടിയില്ലേലും വേണ്ടില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കിപ്പിക്കായിരുന്നില്ലേ? എന്തിന്? നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് അതെങ്കിലും പഠിക്കും. ഹിന്ദിയെ പഠിക്കണില്ല മലയാളി. ഞങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ പാനിപൂരിയുടെ തട്ടുകടയുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചോളാം. അല്ലയോ? ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇതിന്റെ കളർ എന്താ? ലൈറ്റ് ബ്രൗൺ ആയി. ഇതാണ് ഏകദേശം എന്തായെന്നുള്ളതൊരു കുക്കായെന്നുള്ള എന്താ പറയാ, നമ്മൾ ഇതിന്റെ ചൂടാക്കാന്നാ പറയുന്നത്. മറ്റേ മുളക് പൊടിയൊക്കെ ചൂടാക്കി ഇടുക എന്നാ പറയുന്നത്. ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ എങ്ങനെയാ വെച്ചാൽ ആളുകള് വേറൊരു പാത്രത്തിനകത്ത് ചൂടാക്കി ഇട്ടൊക്കെ ഇടുന്നത്. ഇപ്പൊ നമുക്കെല്ലാം എന്താ പറയാ, പെട്ടെന്ന് ചെയ്യണം. അപ്പൊ ഇത് ആകുമ്പോഴത്തേക്ക് നമ്മള് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോ ഈ വെള്ളം പോരാ. ഇത്രയും മീനുണ്ട്. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, കുറച്ച് മീൻ എടുക്കാം, ബാക്കി മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം കേട്ടോ. എടാ, ഈ മുട്ട ഞാൻ മാറ്റാം. നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നീട്.
ഓ ഇവരിപ്പോ പറയുന്നേ കുറച്ചെടുത്ത് വെക്കാം, ബാക്കി ഫ്രൈ ചെയ്യാം പിന്നീട്. അത് ഞങ്ങളൊക്കെ പോയതിന് ശേഷം. കഴിച്ചോ നിങ്ങളൊക്കെ കഴിച്ചോ? ഒഴിച്ചിട്ടെ വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു. ആ വെള്ളം ഇത് കൂട്ടി വെച്ചേ, തീ കൂട്ടി വെച്ചേ. നോക്ക്. മതി 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 മതി. തീ കൂട്ടി വെച്ചോ. പുല്ലിപ്പോ അവസാനം ഞാൻ ആലോചിക്കും ഇത് മേടിക്കണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ സർപ്രൈസ്, മറ്റേ ഏതാണ് പറഞ്ഞത്, സർപ്രൈസ്. ഞാൻ സർപ്രൈസ് ആയി. ഇത്രയും മീൻകറി വെക്കാം. ഇത്രയും വെക്കാനാ? അത്രയും വെച്ചാ മതി. ഇടട്ടെ? നിക്ക അങ്ങനെ ഇടരുത് കുട്ടി, അങ്ങനെ അല്ലാതെ ഇടുന്നത്. ഇത് തിളക്കണം. ഓക്കെ 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 ഓക്കെ. ഇത് ചുമ്മാ അങ്ങനെ ഇടുന്നത്. ഇത് ഇച്ചിരി എന്താ പറയാ, മസാല വേറെ ഒന്നും വേണ്ട? ഗരം മസാല, ചാറ്റ് മസാല അങ്ങനെ ഒന്നും വേണ്ട? ഓക്കെ. ഉപദ്രവിക്കരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇച്ചിരി മീൻകറിയൊക്കെ വെച്ചിട്ട് അങ്ങ് പൊക്കോളാം. ചാട്ട് മസാലയൊക്കെ വെച്ചിട്ട് എന്നിട്ടാലും മറ്റേ ചാട്ട് മസാല ഇട്ടാൽ മറ്റേ നോർത്ത് ഇന്ത്യൻ മീൻകറി ആവണോ? നിന്റെ ചാട്ട് മസാല, ചന മസാല, എന്താ ചാറ്റ് മസാല ഉണ്ട്, ആംചൂർ ഉണ്ട്. അത് ചൂടായിട്ടുണ്ട്. അത് ഓക്കെ. ചൂടായില്ലേ? തൊട്ട് നോക്ക്. എന്ത് ചെയ്യുമേ, എനിക്ക് ക്യാമറയൊക്കെ ഓടി മമ്മി, എനിക്ക് മോക്ക് എന്തെങ്കിലും പറ്റി എനിക്കൊരു ഉത്തരവാദിത്തം ഇല്ല കേട്ടോ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. തൊട്ട് നോക്കാൻ പറഞ്ഞു മാത്രമല്ല. എടാ അത് ചൂടായെന്നറിയാതെ തൊട്ട് നോക്കണ്ട. ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച ടൈം നമുക്കറിയാം. അപ്പൊ ഈ വെള്ളത്തിന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കണ്ട അതിനെ. അതിന് അത് ഓട്ടോമാറ്റിക്കലി അതിനൊരു ഒരു വെട്ടി തിളയ്ക്കാൻ വരുന്നതിന്റെ ഒരു ഓളം തല്ലലുണ്ടാവും. ഓളം എന്ന് പറഞ്ഞാൽ അറിയാവോ, ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ടാവും. ബബിൾസ് വരും. ബബിൾസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. വെച്ചു ഇട്ടു. ആയില്ലല്ലോ. അല്ല ഇത് വരുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ചൂടായിട്ടുണ്ട്. അതന്നെ. അയ്യോ എവിടായിരുന്നു കുട്ടി ഇത്ര നാള്, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയണമായിരുന്നു. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു ഇടയ്ക്ക്, ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങളുടെ നാട്ടില് മഞ്ഞപ്പൊടിയിൽ എന്നെ വിളിക്കുന്നത് ഹൽദി. ഹൽദി. അണ്ട് ഇവിടെ നാട്ടില് പറയുന്നത് എന്താ പറയാ, കല്യാണം കഴിക്കുന്ന കല്യാണത്തിന് അത് വേറെ ഹൽദി. അത് കുക്കിംഗ് ഹൽദി അല്ല. ഞാൻ ചീഞ്ഞു. അവിടെ ഇരുന്നോട്ടെ, അത് വെന്തോളൂ. ഇതിലൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ചൂരയാണെങ്കിൽ ഏത് മീനാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കരുത് അതിനെ. ചുറ്റിക്ക് ലാസ്റ്റ് എടുക്കാം. ഇപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. ഇനി ഇതിനെ അടപ്പ് വെച്ച് മൂടുക. പിന്നെ ഇച്ചിരി ആദ്യം ഇച്ചിരി പുളി, ഇനി ചൂടുണ്ടോ നോക്കാൻ പറഞ്ഞാ വേണ്ട വേണ്ട വേണ്ട, ചൂടല്ല, ഉപ്പുണ്ടോ നോക്ക്. ഉപ്പുണ്ടോ? നമുക്ക് ഇച്ചിരി നേരം എരിയുന്നുണ്ട്, കുട്ടിക്ക് എരിയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ അടച്ചു വെക്കാം. ഓക്കെ. ഇനി ഒന്ന് തിളച്ചോളൂ. തിളച്ച് വരുമ്പോ ഇത് വെന്തോന്ന് അറിയാനൊരു ടെക്നിക്ക് ഉണ്ട്. മീൻ ഇപ്പൊ നമ്മൾ ഇട്ടപ്പോ ഈ കളറല്ലേ, കളർ മാത്രല്ല ഇത് ഉണ്ട്. ദശ ഇങ്ങനെ, ദശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫ്ലഷ്. ഫ്ലഷ്. അതിങ്ങനെ വിജൃംഭിക്കും. എന്റെ എക്സാക്ട് മലയാളം അതൊന്നുകൂടെ ക്രാക്ക് ആകും. വിജൃംഭിക്കും. എനിക്ക് ആ മലയാളം അറിയാം. എനിക്ക് ഇവരെന്തോന്നായി. അപ്പൊ ഇനി അത് റെഡി ആയിക്കോളും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അവിടുത്തെ ഫാമിലിയില്ലേ, അവര് മീനൊക്കെ കഴിക്കും ഇവിടെ വന്നിട്ട്? ബീഫ് കഴിക്കുമോ? ഇവിടെ എല്ലാം കഴിക്കും. അവിടെ അല്ലേ കഴിക്കാൻ പറ്റാത്തത്. അവര് വന്നാൽ ഇവിടെ വന്നാൽ കഴിക്കും. പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഫ് എന്ന് പറയുമ്പോ എന്തോ അവർക്ക് എന്തോ ഭയങ്കര പ്രശ്നമായിട്ട്. കൗ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൗ അല്ലടേ, ബീഫ് കൗ ബഫലോ. അത് സെയിം, മറ്റേ പശുവിന്റെ കുടുംബത്തിലുള്ളതാണ്. എല്ലാം ഒരു ഇതാണ്. സെയിം ഫാമിലി ആണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അത് ദൈവം പോലെയാണ് അവിടുത്തെ. സോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ പോകാം. പക്ഷെ ഇവിടെ വന്നിട്ട് ബീഫാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നപ്പം കഴിച്ചത് ബീഫ് ആൻഡ് പൊറോട്ടയാണ് ആദ്യമായിട്ട്. മലയാളി. അപ്പോഴാണ് എനിക്ക് വാട്ട് ഈസ് ദിസ് നല്ല ഹെവൻലി സാധനം. അപ്പൊ അത് കഴിച്ച് അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബീഫ് കഴിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. കോളേജ് ടൈമിലാണ് ഫസ്റ്റ് ടൈം കഴിച്ചത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം മമ്മി ഇവിടെ എല്ലാ ദിവസവും നോൺ വെജ് ആണ്. ഞങ്ങൾക്ക് നോൺ വെജ് എല്ലാ ദിവസവും ഇല്ല. ഞാൻ കോഴിക്കോട് പോകുമ്പം വെജിറ്റേറിയൻ ആണ്. കോഴിക്കോട് എന്തൊക്കെയാ പാവം വിപിന് വെച്ചു കൊടുക്കുന്നത്? പാവം വിപ്പിൻ എന്നും വെജിറ്റേറിയൻ ആണ്. ഇവിടെ വരുമ്പം നോൺ വെജ്, അവിടെ പോകുമ്പോൾ മോരുകറി, പരിപ്പ് കറി. പരിപ്പാണ് ഡെയിലി. പരിപ്പ്, മോര്, പിന്നെ എല്ലാ വെജിറ്റബിൾസും, മേഥി ആലു, ഗോബി ആലു, പയർ ആലു,
എല്ലാത്തിനും ആലു. എല്ലാം ആലു. നിങ്ങൾക്ക് ആലുവിന് പറഞ്ഞാൽ വേറെ, ഞങ്ങൾക്ക് ആലുവിന് പ്രോബ്ലം ഇല്ല അല്ലേ? ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഫുഡ്. അപ്പം ചിക്കനോ മീനോ വേണമെന്നുണ്ടെങ്കിൽ വെളിയിൽ പോയി മേടിച്ച് കഴിക്കുമോ? ലൈക്ക് വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുൾ രാവിലെ ഇറങ്ങും, രാത്രി തിരിച്ചു വരും ഫുഡൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ നോൺ വെജ് കഴിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ നോൺ വെജ്, ഫുൾ ടൈം നോൺ വെജ്. ഇപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു, ഇവിടുത്തെ സ്ത്രീകൾ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് അനിയത്തി, വേറെ എങ്ങും പോകണ്ട, അനിയത്തി തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ പെൺകുട്ടിക്ക് കിട്ടുന്നതിന്റെ ഒരു സ്റ്റൈലില്? അവള് എനിക്ക് അങ്ങനെ ഇവിടെ പ്രോബ്ലം വന്നിട്ടില്ല. മോസ്റ്റ്ലി ഞാൻ കേട്ട എന്റെ ഫ്രണ്ട്സ്, മലയാളി ഫ്രണ്ട്സ് ഒക്കെ കല്യാണം കഴിച്ച ആ ഒരു പ്രോബ്ലംസ് എനിക്ക് ഇവിടെ ഇല്ല. ഇവിടെ ഭയങ്കര ഫ്രീ ആണ്, അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല. ഞാൻ അങ്ങനെയല്ല വെച്ചു, വീട്ടിലെ പ്രശ്നങ്ങളല്ല, വീട്ടിലെ പ്രശ്നം മീൻസ് ഈ കൾച്ചർ വൈസ് ഡിഫറൻസ്. അനിയത്തിക്ക് അതായത് നോർത്ത് ഇന്ത്യൻ അനിയത്തി, നോർത്ത് ഇന്ത്യൻ ആണ് മലയാളി കുടുംബത്തിലേക്ക് വന്നു, ആ കുടുംബം ഈ കുടുംബം തമ്മിലൊരു എന്തെങ്കിലും സിമിലാരിറ്റിയോ അല്ലെങ്കിൽ? ഇല്ല സിമിലാരിറ്റി. അത് മൊത്തത്തിൽ നോർത്ത് ഇന്ത്യ ഗുജറാത്തി സ്റ്റൈൽ ഫുഡ് പോലും ഗുജറാത്തി സ്റ്റൈലാണ് അവരുടെ. ഫെസ്റ്റിവലിലും കൾച്ചർ എല്ലാം ഡിഫറെന്റ് ആണ്. ഇവിടെ നിങ്ങൾ ബീഫ് കഴിക്കും അറിയാമോ അവിടെ എല്ലാവർക്കും? ഇല്ല സത്യം. എങ്ങാനും അവൾക്കെങ്ങനെ ഈ വീഡിയോ അയച്ചു കൊടുക്കണേ, മലയാളം ചാനൽ അല്ല എന്നാലും അയച്ചു കൊടുത്ത ഈ വേർഡ്സ് ഒക്കെ അവർക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ വേർഡൊക്കെ നമ്മള് അംഗീകൃത വേർഡ് സാരമില്ല, ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് പറഞ്ഞാൽ മതി. കഴിക്കോ? ഇല്ല കഴിക്കും, ഞങ്ങൾ കഴിക്കുന്ന ഇല്ല. അവരുടെ ഫാമിലിയിൽ എത്ര പേരുണ്ട്? അനീതിയുടെ ഫാമിലിയിൽ അവർ ഒരു മോനേ ഉള്ളൂ. അവർക്ക് ഒരു മോനേ ഉള്ളൂ. കൂട്ടുകുടുംബം അല്ല? അല്ല. അതിനർത്ഥം മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പറയണ്ടല്ലോ. നീ എന്തോ വഴക്കുണ്ടാക്കാൻ മലയാളം ഹിന്ദിയാണേലും വഴക്കുണ്ടാക്കാൻ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ആ കണ്ടോ, ഇതാണ് കഴിഞ്ഞു. ഇല്ല അതിനൊന്നും വരുന്ന അല്ല, അത് തിളച്ചു എന്ന് കാണിച്ചു തന്നതാ. ഓക്കെ, കുക്കിംഗ് ഇവര് ചെയ്യുന്നു, ശരണ്യ ചേച്ചി ചെയ്യുന്നു. അയ്യോ സത്യത്തിൽ നാത്തൂന് ഇടിച്ചു പറഞ്ഞതാണെങ്കിലും എവിടെ എനിക്കിട്ടൊന്നും എനിക്ക് അങ്ങനെ ഈഗോ പ്രോബ്ലം ഒന്നുമില്ല. എന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇവർക്ക് ഫുഡ് അറിയത്തില്ല. അയ്യോ അല്ല, അത് പ്ലഷർ അല്ല, ഇതിന് അടവെന്ന് വിളിക്കാൻ ഉണ്ടാക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് മമ്മി വിളിക്കത്തില്ല. അതായത് ഇപ്പൊ ഒരു വലിയ ചടങ്ങ് വന്നു നിങ്ങളുടെ വീട്ടിൽ, ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് വന്നു, ഒരു കിലോ മീനോ 2 കിലോ മീനോ മേടിച്ചുകൊണ്ട് വന്നാൽ ഈ 10 പേർക്ക് ഉണ്ടാക്കാനുള്ള ഫുഡുണ്ട് ഇല്ലേ? അപ്പൊ അതിന് വരെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ മമ്മി ഈവനിങ് ഡേ ടൈം ഫുൾ മമ്മിയാ കുക്കിംഗ് ചെയ്യുന്നത്. രാത്രി ആവും മമ്മി ഗെറ്റ് ഔട്ട്, ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. ഇവർക്കിപ്പോ മറ്റേ വെസ്റ്റേൺ, നിങ്ങൾക്ക് ഇവിടുത്തെ മറ്റേ അങ്ങനെയല്ല, നമ്മൾ ഈ വൈകുന്നേരം നമ്മൾ ഈ ഒരു ഹിന്ദി നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ചപ്പാത്തി ആക്കും വൈകുന്നേരം. നമ്മൾ മലയാളികളാണ് വൈകുന്നേരം. ഞങ്ങൾക്ക് 3 നേരം, ഞാൻ 3 നേരം ചപ്പാത്തിയാ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി, ഉച്ചയ്ക്ക് ചപ്പാത്തി, ഡിന്നറിന് ചപ്പാത്തി. ചോറ് ഉണ്ടാക്കത്തില്ല. ചോറില്ലാണ്ട് എങ്ങനെയല്ല അത് നിങ്ങൾക്ക്, ഞങ്ങൾക്ക് അവിടെ ഹാബിറ്റായി. കുറച്ച് ഹെൽത്തി കോൺഷ്യസ് ആവാൻ പറ്റും. മമ്മി ഇനി മീൻകറി വെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ അപ്പൊ വെച്ച് തന്നാ മതി. ബീഫ് ഞാനതല്ല പറഞ്ഞത്, ബീഫ് വെക്കാനും പഠിപ്പിക്കണം. അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാം വരുമ്പോ മറ്റേ കുഞ്ഞാവ് വരുന്നില്ലേ, കുഞ്ഞാവാ മറ്റേ 6 മാസം ആളുടെ കുഞ്ഞാവ് വരുമ്പോഴത്തേക്കും മാമോദിസ ചടങ്ങ്, ആ ചടങ്ങിന് മമ്മി അടിപൊളിയായിരിക്കും. മമ്മി അല്ലേ മെയിൻ, ഞാൻ കഴിക്കും, ഞാൻ കഴിക്കാനിരിക്കും. എനിക്ക് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാനുള്ള അവസരം വന്നിട്ടില്ല. ചില വീട്ടില് നമ്മള് അച്ഛനും അമ്മയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിച്ചു തന്നെ വീട്ടിലായിരുന്നു എനിക്കും ഇതുപോലെ ടഫ് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. കാരണം അവിടുത്തെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ നമ്മൾ അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിയാ. അതുകൊണ്ടാണ് ഞാൻ വരാത്തെ. പണിയാ ചെയ്തോ, എനിക്ക് ഒരു സങ്കടമില്ല. അമ്മ ചെയ്തോ. നമുക്ക് ബാ നോക്ക്, നീ കൈയൊക്കെ പൊള്ളിക്കല്ലേ. മറ്റേ തിളച്ചോന്നറിയാൻ ഇനിയും കൈയിട്ട് നോക്കുമെന്ന് എനിക്കൊരു പേടി. കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പും പുളിയുണ്ട്. ഇതിപ്പോ നമ്മൾ ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ടേ, കുറച്ച് കൂടിയിട്ടുണ്ട്. കുഴപ്പമില്ല. അത് ഇത് കണ്ടോ, ഇപ്പൊ ആ മീൻകറിയുടെ കളർ മാറിയതുണ്ട്. ആ മീനിന്റെ വൈറ്റ് കളറായി. ഈ മീനിന്റെ ഇതിന്റെ കളർ, ഫ്ലഷിന്റെ കളറാണ്. ഇത് ഇന്നിവിടെ വേവാനുണ്ട്. ഇളക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ സ്പൂൺ ഇട്ട് വെച്ച്. അടയ്ക്കട്ടെ? അടച്ചു. ഞാനത്ര 1-2 പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും, കുക്കറി ഷോ തീരും. എന്നിട്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കണം. ധൈര്യമായിട്ട് കഴിച്ചോണം. എന്റെ ഒരു ധൈര്യത്തിനോട് എന്നെ കൂടെ പിടിച്ചു. ഞങ്ങൾക്ക് കഴിക്കാൻ ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ബിരിയാണി, ഫ്രൈഡ് റൈസ്, അല്ല ബിരിയാണി, ചിക്കൻ ഇവിടുത്തെ സ്റ്റൈൽ, തൃശ്ശൂർ സ്റ്റൈൽ ബിരിയാണി. ചിക്കൻ ഡിഫറെന്റ്, ചോറ് ഡിഫറെന്റ്. അത് ഇതിന് ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ എന്ന് പറയും. കോഴിക്കോടിലെല്ലാം ഒരുമിച്ചാ.
അത് ബിരിയാണി. ആ അത് അത് ബിരിയാണി. പക്ഷെ തൃശ്ശൂരിൽ ഇങ്ങനെയാ തരുന്നത്. ഇങ്ങനെയാണ് സെപ്പറേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ തരുന്നത്? ഞങ്ങളുടെ നാട്ടിൽ രണ്ടും ഉണ്ട്, ബിരിയാണിയും മിക്കറുണ്ട്, ഫ്രൈഡ് റൈസ്. ഞാനും ഇതിൽ ഭയങ്കര എക്സ്പേർട്ടാ. ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പെട്ടെന്ന് ഉണ്ടാക്കാം. അതിൽ ഏറ്റവും ഉണ്ടാക്കാവുന്നത് എഗ് ഫ്രൈഡ് റൈസാ. പെട്ടെന്ന് ഉണ്ടാക്കാന്ന് എഗ് ഫ്രൈഡ് റൈസ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഞാൻ ചപ്പാത്തി ഇട്ട് കാണില്ല. നിങ്ങൾ ചപ്പാത്തി കഴിക്കാൻ മതി. ഞങ്ങൾ ചപ്പാത്തി കഴിക്കുന്നില്ല. വിപിൻ ഇത് തന്നെയാ. വിപിൻ ഫസ്റ്റ് ടൈം വന്നപ്പം ഞാൻ ചപ്പാത്തിയുടെ ഫാസ്റ്റ് നോക്കിയാൽ ഇവിടെ ചപ്പാത്തി പൊടി ഇരിപ്പുണ്ടാ? ഉണ്ട്. പിന്നെ എത്ര മിനിറ്റ് എടുക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ? 10 minutes. അത്രയൊക്കെ മതിയോ? 10 minutes ആ. ചപ്പാത്തി കുഴച്ച് പൊടിയൊന്നും വെക്കണ്ടേ? അതെല്ലാം എല്ലാം കൂട്ടിയിട്ട് ഫാസ്റ്റ്. ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് കഴിച്ച ഉണ്ടാക്കിയും കഴിച്ച ശീലമായിട്ട്. ആക്ച്വലി അനൂനെ എന്നെ കഴിഞ്ഞും പൊക്കക്കുറവാണല്ലേ? എനിക്ക് ഭയങ്കര എനിക്ക് പക്ഷെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോഴേ അത് ഹീൽസ് ഉണ്ട് ഇങ്ങനെ. ഹീൽസും ഡ്രസ്സും എല്ലാം ഡിഫറെന്റ് ആണ്, ഹെവി ആണ്. ഇതാണ് ഒറിജിനൽ മീ. നിങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ മംഗല്യസൂത്രം ഇട്ടുണ്ടോ? അല്ല, വേറെ ഉണ്ട്. ഉണ്ട്, കാണിക്കണോ? ഓ, നിങ്ങളുടെ താലി വേറെ ഉണ്ട്. താലി ഉണ്ടല്ലേ? കാണിക്കണേ. എപ്പോ കാണിക്കാം? എടുത്തിട്ട് വാ. താലിമാലയായിട്ട് ആള് വന്നിട്ടുണ്ട്. ഇത് സ്വർണ്ണമാണോ? അല്ലല്ല, സ്വർണ്ണമല്ല, ഗോൾഡ്. നിങ്ങളെ പറ്റിച്ചതാ കേട്ടോ, നിങ്ങളെ പറ്റിച്ചതാ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ സ്വർണ്ണം ആരും ഇടാറില്ല. സ്വർണ്ണം ഒരു കുഞ്ഞ് സ്വർണ്ണം ഇട്ടാൽ മതി, അത് അപ്പൊ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട്. ഇവിടെ അങ്ങനെ ഇവിടെ ഒരു ബസ്സിൽ കയറുമ്പോ തന്നെ എല്ലാവരുടെയും കഴുത്തിൽ എല്ലാവരും കല്യാണ ഫംഗ്ഷൻ ഇത്രയും മാല. അത് എന്നോട് അന്ന് സ്റ്റാൻഡപ്പ് കോമഡിക്കകത്ത് പറഞ്ഞല്ലോ മമ്മി. ഇത്രയും ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഒരു ഫംഗ്ഷന് പോണെങ്കിൽ കല്യാണ പെണ്ണ് പോലെ ഒരുങ്ങിയിട്ടാണ് എല്ലാവരും. ഒരുങ്ങിയിട്ട് പോണത്. ഇപ്പൊ അങ്ങനെ മാറി. ഇപ്പൊ 10 വർഷമൊക്കെ ആയില്ലേ? അത് ആദ്യത്തെ ഒരു ഇതൊക്കെ ഉള്ളു. ഞങ്ങൾ ആദ്യം ഇങ്ങനെ മറ്റേ അന്ന് ഇവർക്ക് സ്റ്റാൻഡപ്പ് കോമഡിക്കകത്ത് പറഞ്ഞ ആനയെ മേയിച്ചോണ്ട് നടക്കുന്ന വിപിൻ പറഞ്ഞു. ആന ഇടഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ആദ്യത്തെ ഒരു ഇതൊക്കെ ഉള്ളു. പോകെ ഔട്ട് ഓഫ് ഫാഷൻ ആവും. പക്ഷെ തൃശ്ശൂരിലെ ഗോൾഡ് കൂടുതലാ ആൾക്കാർക്ക്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജുവലറി ഉള്ളത്, തൃശ്ശൂരാണ്. അപ്പൊ ഇപ്പോഴും കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇത്രയും ഒക്കെ ഇടും. അപ്പം ഈ മറ്റേ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് അതോ? അല്ലല്ല, ഇവിടുത്തെ പട്ടുസാരി. പാവുണ്ട് കേട്ടോ. ഇവിടുത്തെ പട്ടുസാരി എടുക്കാൻ തന്നെ വലിയ വെയിറ്റ് അല്ലേ? വിപിത്താണ് ഉടുപ്പിച്ചത്. ഞാൻ സാരി ഉടുക്കുന്ന ആളല്ല, വിപിത്താണ് ഉടുപ്പിക്കുന്നത്. പിന്നെ ഫംഗ്ഷൻസ് വരുമ്പോ ഞാൻ എന്റെ ലെഹങ്കയാണ് ഇടാറ് എപ്പോഴും. അതാ ചോദിച്ചത്, നാട്ടിലെ ഡ്രസ്സാണോ? സംടൈംസ്. നാട്ടില് ഈ സ്റ്റാൻഡപ്പ് കോമഡിക്കകത്ത് കാണിക്കുന്ന പോലത്തെ ഡ്രസ്സാണോ ഇടുന്നേ? അവിടെ അങ്ങനെയായിരുന്നു. അവിടെ അങ്ങനെ തലയിലൊക്കെ ഇട്ടോണ്ടോ? അവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. അവിടെ തല കാണിക്കില്ല. അത് റെസ്പെക്ട് ആണ്. ആടെയും ഫ്രണ്ടിൽ നമ്മളെക്കാളും മൂത്ത ആൾ, എസ്പെഷ്യലി ജെന്റ്സിന്റെ ഫ്രണ്ടിൽ ബേബി വഹാ ജാओ ബേട്ടാ, ഗെറ്റ് ഔട്ട്. ജെന്റ്സിന്റെ ഫ്രണ്ടിൽ തല കാണിക്കില്ല. ഇങ്ങനെ എപ്പോഴും ഗൂങ്കട്ട് എന്ന് പറയും. ഗൂങ്കട്ട് ഓടുന്ന തലകൂടെ ഷോൾട്ട് അങ്ങനെ പോകില്ല. അത് ഞങ്ങളുടെ ഇവിടെ ഒരു നമ്മുടെ ഒരു മുസ്ലിം ആളുകളായിട്ട് ഇവിടെ മുസ്ലിംസ് ആണ്. അവിടെ എല്ലാവരും എന്നിട്ട് ഇങ്ങനെ ഇട്ടോണ്ട് നടക്കും. ഇവിടെ ഇങ്ങനെ. എന്നിട്ട് ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് നടക്കണേ. ഇങ്ങനെയോ? ഫേസ് രാജസ്ഥാനിലൊക്കെ ഫേസേ കാണിക്കുന്നത്. ഇങ്ങനെയാ നടക്കണേ. മധ്യപ്രദേശിലും ഇങ്ങനെയാ കാണിക്കണേ. എൽഡേഴ്സിന്റെ കാല് ഇങ്ങനെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ല, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. ക്രിസ്ത്യൻസിനില്ല, ഹിന്ദുസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഫുൾ ഇങ്ങനെ തലമറച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇങ്ങനെ? ഞങ്ങൾ നോർമലി ഞാൻ വെസ്റ്റേൺ ഡ്രസ്സാണ് കൂടുതലിടുന്നത്. ഇവിടെ വന്നിട്ടാണ് സ്റ്റാൻഡപ്പിൽ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത്. അല്ലെ, എന്നെ ഒരു ഹിന്ദിക്കാരി ആക്കിയത്. ഞാൻ ജനിച്ചത് മുളക് അമേരിക്കയില്, പക്ഷെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഹിന്ദിക്കാരി ആക്കിയത് അല്ലേ? പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് എങ്ങനെയാ പൈസ പൂജിക്കുകയൊക്കെ ചെയ്യുമോ? പൂജിക്കും. ഇത് 10 വർഷമായത് ഇതില്ലേ. ഞാൻ ഫാഷൻ മാറുമ്പോ ഞാൻ പുതിയത് മേടിക്കും. അങ്ങനെ പറ. ഇതിനിപ്പോ 4 years ആയി കാണും അല്ലേ? 7 years ആയല്ലേ? ഇതിന് 7 years ആയി. അല്ല, എത്ര രൂപയായിരുന്നു ഇതിനാ? 1000. അങ്ങനെ അല്ലേ? അല്ല, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതാ ചെയ്തത്. അപ്പൊ ഇത് ചുമ്മാ ഇത് കളർ പോവില്ല? ഇല്ല, പോയില്ല. പക്ഷെ ചിലവര് ഇതിലും വലുതൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ഫാഷൻ സ്മോൾ, ഇത്രയും ചെറുത് ഇടും. ഇവിടെ പിന്നെ കേരള ആയതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ താലി. താലി ഇതാണ് നിങ്ങളുടെ മംഗൾസൂത്ര. ഇത് മംഗൾസൂത്രം, താലി, ഷാലി. സിന്ദൂരൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. കട്ട് ലിപ്സ്റ്റിക്. അതന്നെ. അപ്പൊ നമ്മുടെ മീൻകറിക്ക് ഒരു തീരുമാനമായിട്ടുണ്ട്.
നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മള് നാട്ടിലെ ആരെക്കുറിച്ചും കുറ്റം പറയാൻ പറ്റിയില്ല അല്ലേ, ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയാണ് മീൻകറി വെക്കുമ്പോ രണ്ടുണ്ട് കാര്യം. ഈ തിളക്കണ സമയം കൊണ്ട് കുറച്ച് ആൾക്കാർ ഒരു 10-15 പേരെയൊക്കെ നമുക്ക് ഓടിച്ചിട്ട് റൗണ്ട് ഇട്ട് അടിച്ചിട്ട് വരാൻ പറ്റും. ഓക്കെ അല്ലേ? മമ്മി ഇവിടെ, മമ്മി മമ്മി ദേ നോക്ക് നോക്ക്, ഉപ്പ് ഓക്കെ അല്ലേ, പുളി ഓക്കെ അല്ലേ? കോട്ടയം സ്റ്റൈൽ കൊള്ളത്തില്ലെങ്കിൽ ഇവര് വീഡിയോക്ക് വേണ്ടി എത്രയേ പറയത്തുള്ളൂ. ഇല്ല ഞാൻ ഇടിക്കും. മമ്മി നോക്ക് മമ്മി, ഇനി ഒരു ചെറിയ ഗാർണിഷിംഗ് കൂടെ ഉണ്ട്. അത് എന്റെ മാത്രം ട്രിക്കാണ്, അത് ഞാൻ വീഡിയോയിൽ പോലും കാണിക്കില്ല. ഓക്കെ അതങ്ങനെയാ. നമുക്കൊന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. മമ്മി ഇച്ചിരി വെള്ളം കുറയ്ക്കണമെങ്കിൽ നമുക്കൊന്നുകൂടെ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. മറ്റേ മുളക് പൊടി ഉണ്ട്, കാശ്മീരി. ഇനി തിന്നോ? പറയാം, ഇത് പാഴ്സൽ ചെയ്യാനുള്ളതാണ്. ഞങ്ങൾക്ക് ആർക്കും വേണ്ട, പാഴ്സൽ ചെയ്യാനാണ്. ഇത് ലാസ്റ്റ് ഒരു ചെറുതായിട്ട് തട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു, ഓഫ് ആക്കണം. ഓഫ് ആക്കിക്കോ. എന്നിട്ട് വെളിച്ചെണ്ണ എടുത്തൊഴിക്കും. വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണേ, ചുറ്റിച്ചൊഴിക്കും. മതി 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 മതി. ഇനി അത് അടച്ചു വെച്ചു. നിക്കേ 2 കറിവേപ്പിലയും കൂടെ. സ്വാഹ. ഓക്കെ, അടച്ചു വെച്ചു. ഇനി മണം പോകത്തില്ല. ഓക്കെ. അയ്യോ, ഷോ തീർന്ന്. ഇനി പറ അവരോട് ഷോ തീർന്നു. ഷോ തീർന്നു പറഞ്ഞാലേ ശരി. അപ്പൊ നമ്മുടെ മീൻകറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവര് ഫുഡ് കഴിക്കാൻ പോവാണ്. ആ ടൈമിൽ ഒന്ന് എടുത്തു വെച്ച് നോക്കാം. മമ്മി ഇപ്പം ചൂടോടുകൂടി നോക്കിയിട്ട് ഓക്കെയാണ് പറഞ്ഞത്. എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ മമ്മി സത്യസന്ധമായിട്ട് പറ, എന്റെ മുഖത്ത് നോക്കണ്ട. ഇനി പറ, അവിടെ മാത്രമേ ക്യാമറ ഉള്ളൂ. ഇനി പറഞ്ഞോ. കുഴപ്പമില്ല, നല്ലതെന്ന് പറ. അടിപൊളി. ചുമ്മാ എന്താണ് കുറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പറയണം. നമുക്ക് ഇതിരുത്തി 10 മിനിറ്റ് കൂടെയാണ് ഇതിന് ഞാൻ കൊടുക്കുന്ന റെസ്റ്റിംഗ് ടൈം. കാരണം വെളിച്ചെണ്ണ ഒഴിച്ചല്ലോ, അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ടേസ്റ്റ് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾക്ക് എന്താണേലും അനുവിനെ കൊണ്ട് ആദ്യമായിട്ട് മീൻകറി വെപ്പിച്ചു എന്നുള്ളൊരു ക്രെഡിറ്റ്, എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് അനുവിനെ കൊണ്ട് മീൻകറി വെപ്പിച്ചു എന്നുള്ള ക്രെഡിറ്റ് മമ്മിയും കോളടിച്ച അനുവിന്റെ മമ്മി തന്നെ. ആര് വെച്ചു എന്നാലും ശരണ്യ ഇവിടെ വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് വേണ്ടിട്ട് മീൻ കറി വെച്ചു. ഞാൻ കഴിക്കാൻ പോണു ഗൈസ്. ഇതിപ്പോ ആരാ ഇന്റർവ്യൂ ചെയ്തത് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? അല്ല, ഓർമ്മയുണ്ടല്ലോ എന്നതൊക്കെ നമ്മൾ ഓർമ്മയുണ്ടല്ലോ. ഇനി സിമ്പിളാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ നോക്കണം, എന്നെ വിളിക്കണം കേട്ടോ. ശരണ്യ സ്റ്റൈൽ കിട്ടത്തില്ലല്ലോ ഗൂഗിളില്. അല്ല, നമ്മളൊരു ഓർമ്മയുണ്ട്. മമ്മിയൊക്കെ അസാധ്യമായിട്ട് വെക്കുന്നല്ലേ പറഞ്ഞേ. മമ്മിയൊക്കെ വെച്ച് എന്റെ സ്റ്റൈലിനൊന്നും വിചാരിക്കണ്ട. ഇങ്ങനെയാണ് പൊതുവെ നമ്മള് ഭക്ഷണം കഴിക്കാൻ മീൻകറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത്. ഇതൊരു അറൗണ്ട് എത്ര മിനിറ്റ് ഒന്നും എടുത്തെന്ന് എനിക്കറിയില്ല. 15 അത്രേ എടുത്തിട്ടുള്ളൂ നമ്മള്. അത്രയും കൊണ്ട് പെട്ടെന്ന് മീൻകറി വെക്കാം. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിപിനോട് നോക്കുന്നു. വിപിനെ ഞാൻ പഠിപ്പിച്ചിട്ട് ഒന്നും പേടിക്കണ്ട. ടെൻഷൻ. വിപിനെ ഇങ്ങോട്ട് വായോ. ഇപ്പം പറയാ ഞാനാണ് ഫുഡ് ഉണ്ടാക്കാൻ വന്നത്. വിപിനെ ഇങ്ങോട്ട് വായോ. മീൻകറി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നോക്കാം. വിപിനാണ് ഇതിലിപ്പം. വിപിൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. വിപിനോട് ചോദിക്കാം. വിപിന്റെ ആ എക്സ്പ്രഷൻ, മാറുന്ന എക്സ്പ്രഷൻ. വിപിൻ ഇപ്പോഴേ മറ്റേ പെണ്ണ് കാണിക്കാൻ പോയ അതേ അഭിനയത്തിലായിരിക്കും ഇപ്പൊ വിപിൻ. തുറന്നു നോക്കി എടുത്തു ഇതല്ലേ. ചൂടുണ്ട്. വൈഫിനോട് വെള്ളത്തിന് ചൂടുണ്ട് തിളച്ചോ നോക്കാൻ പറഞ്ഞപ്പോ കൈയിട്ട് അതിനകത്ത് മുക്കി നോക്കി. മല്ലടിക്കുന്നില്ലേ? ഇപ്പോഴും തിളക്കുന്നില്ലേ? തന്നെ ഊതിയിട്ടാക്കെ. മസ്തന ആലു ഗോപിക്ക് വിടാ. ഇനി കോഴിക്കോട് ഭരിക്കുന്നത് മീൻകറി. മീൻ വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മീൻ കറി വെച്ച് കൊടുക്കാത്തത് എന്റെ മോനെ. എന്റെ മോനെ നടന്നു. ഇവനെ ഞാൻ ഉദ്ദേശിച്ചത് നടന്നു. ഇത്രയൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഡൗട്ടായി കിട്ടിയിട്ടില്ലല്ലോ. അല്ല, ആള് വെച്ചതന്നെയാണ്. അപ്പം ഇച്ചിരിക്ക് നന്നായിട്ടുണ്ടല്ലേ. അപ്പൊ ആള് തന്നെ വെച്ചതാ. നമ്മള് പറഞ്ഞു കൊടുത്തു, ആള് ചെയ്തു. മീൻ കഴുകാൻ ഭയങ്കര സിമ്പിൾ. ആക്ച്വലി ഭയങ്കര സിമ്പിൾ. ഞാൻ പഠിപ്പിച്ചു തരാം. ഇത്ര സിമ്പിളാണ്. അപ്പൊ ഇനി മോനെ ഇനി ആലു ഗോപിക്ക് വിടാം. ഇനി ഉരുളക്കിഴങ്ങില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമുക്ക് ആലു പറാഠ മതി അല്ലേ? ആയോ
അപ്പൊ ഏതായാലും മമ്മി നമ്മളോട് ഇത്രയും നേരം എനിക്കറിയാം നിങ്ങളെല്ലാം വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാം. നമ്മുടെ മീൻകറി ഏതായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, ഒന്ന് ചൂടൊന്ന് ആറി കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ. അപ്പൊ താങ്ക് യു അനു, ഇത്രയും നേരം. മീൻ പോലും കഴുകാൻ അറിയത്തില്ലാത്ത അല്ലെങ്കിൽ മീനിനെ പിടിച്ച ചിലർക്ക് അറപ്പുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ചെറുതിലെ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യം മീൻ വെട്ടുന്ന മത്തി 3 ദിവസം ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ കാണുന്ന അറപ്പായിരുന്നു. അതിനൊന്നിനും മടിയില്ലാത്ത ആളെയാണ്. ആണല്ലേ? ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ആയപ്പോ തൊട്ട് ചേട്ടനാ കോളേജ് അവിടെ പഠിച്ചായിരുന്നു. അവന്റെ കൂട്ടുകാരന്മാർക്കും ഇവരുടെ ക്ലാസ്സിലത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടി നേരത്തെ എഴുന്നേറ്റ് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. ഓ, ബിരിയാണി. ഞാൻ പറഞ്ഞ എനിക്ക് ചിക്കൻ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടൊരു ഇപ്പൊ ഒരു 10 വർഷം ആവുന്നുള്ളൂ. എനിക്ക് ചിക്കൻ കാണുമ്പോൾ തന്നെ കോഴിയുടെ കാലം ഓർമ്മ വരും. അപ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഞാൻ ആ കവറ് കണ്ടപ്പോ ഇതുപോലെ ബീഫൊക്കെ വന്ന അതാണ് ഞാൻ വേഗം മമ്മി കവർ കണ്ടായിരുന്നു. പക്ഷെ വിപിനോട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഒന്ന് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു നമ്മൾ വരും, ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട്, അതിങ്ങനെയാണ് എന്നുള്ളത്. കാരണം അതൊരു ഫൺ എലമെന്റ് ആണ്. ജസ്റ്റ് ട്രൈ ചെയ്യൂ. നമ്മൾ എല്ലാ ദിവസവും ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും ആളുകൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്. 2 ഡയലോഗാണേ. ഒന്ന്, അമ്മയെ സ്നേഹിക്കുന്ന ആമക്കളുണ്ടെങ്കിൽ അവർ ഭാര്യമാരെ നന്നായിട്ട് സ്നേഹിക്കും. രണ്ടാമത്തെ ഡയലോഗ് എന്ന് പറയുന്നത് അമ്മായിമ്മമാരുടെ മനസ്സിൽ കയറി പറ്റാൻ ഏറ്റവും എളുപ്പം ഫുഡാണെന്നാ പറയുന്നത്. ആണോ മമ്മി? ഇവരുടെ ഭക്ഷണ രീതികളൊക്കെ ഞങ്ങൾ കഴിച്ചു തുടങ്ങിയത് നോർത്ത് ഇന്ത്യൻ. പൊട്ടാറ്റോനെ ഇവിടെ പറയുന്നത് വേറെ വേർഡാണ്. അതുകൊണ്ട് എന്ത് കറി വെച്ചാലും നല്ല രസമാണ്. 10 വർഷമായിട്ട് മമ്മി ആ വേർഡ് യൂസ് ചെയ്തിട്ടില്ല. മമ്മി ആലൂന്നായി പറയണേ. ഇപ്പൊ പപ്പാനെ കടയിൽ വിടുമ്പോ ആലു മേടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞു. ഇവിടെയും ആലുവായി. അല്ല മാം, കൾച്ചറില് നമ്മൾ അംഗീകരിക്കാന്ന് പറയുന്നത് വലിയൊരു സാധനമാണ് വിപിൻ. അത് നിങ്ങളുടെ ഫാമിലി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. കൾച്ചറിനെ അംഗീകരിക്കുക. അതിനോട് ഇപ്പം മമ്മി പറഞ്ഞല്ലോ വൈകുന്നേരം വരെ മമ്മി ആയിരിക്കും, വൈകുന്നേരത്തത് ഷിഫ്റ്റ് ആയിട്ട് ഞാൻ എടുക്കും. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ സന്തോഷം ഉണ്ടാവട്ടെ. ഞാൻ ചുമ്മാ നമ്മുടെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് മീൻകറി വെപ്പിച്ചതേ ഉള്ളൂ. ഇനി പറ്റുമ്പോ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ മമ്മിയുടെ തന്നെ കഴിച്ച് ജീവിക്കുക. അതാണ് നല്ലത്. ആരോടെ ഉപദേശിക്കാൻ. താങ്ക് യു. മമ്മിക്ക് ഇതൊന്നും വന്നാ പോരാ കേട്ടോ. അപ്പൊ താങ്ക് യു, ഹെൽപ്പിംഗ് ആയിട്ട് തന്നെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഞാൻ കഷിയോടായിരുന്നു പറയാൻ പറഞ്ഞത്, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് മീൻകറിക്ക് വേണ്ടിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുത്തു. പെട്ടെന്നുണ്ടാക്കാം. ഓക്കെ, അപ്പൊ ശരി വിപിനെ, താങ്ക് യു. ഓക്കെ.